ഇവിടെ എനിക്ക് തോന്നുന്നത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് പൾസസുനിയാണ് അന്വേഷണത്തെ നയിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ പോലീസ് അയാളെ അസിസ്റ്റ് ചെയ്യായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം പൾസസുനെ ചൂണ്ടിക്കാണിച്ചതുപോലെ വരൂ ജോയ്സ് ഹോട്ടൽ വരെ വരാമോ, ഞാൻ കാണിച്ചു തരാം, വണ്ടി ഇടുന്ന സ്ഥലം കാണിച്ചു തരാം എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്ത് പൾസസുനി പറഞ്ഞതായിട്ടുള്ള വാചകങ്ങൾ മൊഴിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് പോലീസ് അങ്ങ് വണ്ടി എടുത്ത് പോവുകയാണ് നേരെ. കൂട്ടത്തിൽ ദിലീപിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പൊ ഈ കൈനകരിയിലെ കാര്യം പറയുകയാണ്, സൗണ്ടതോമയുടെ സെറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ അപ്പൊ അവന് ഗുണ്ടാശല്യം ഉണ്ടായി ഒതുക്കി തീർത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് ദിലീപിന് ഇയാളുടെ താല്പര്യം തോന്നുന്നു. പക്ഷെ അങ്ങനെ ഒരു ഗുണ്ടാശല്യം ഉണ്ടായതായിട്ട് ആരുടെ മൊഴിയില്ല, പൾസസുനി മാത്രമാണ് പറയുന്നത്. പൾസസുനിയുടെ മൊഴിയിൽ പിന്നീട് ആകെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ളത് പിന്നീട് ജയിലിൽ കിടന്നിരുന്ന ബിപിൻ ലാൽ എന്ന് പറഞ്ഞൊരു സഹതടവുകാരന്റെ മൊഴിയാണ്. പക്ഷേ അത് ഈ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞ് 2017 കുറ്റകൃത്യം നടന്നു കഴിഞ്ഞ് കാക്കനാട് ജയിലിൽ കഴിയുമ്പോൾ, ജില്ലാ ജയിലിൽ കഴിയുമ്പോൾ അവിടെ വെച്ചുണ്ടായിരുന്ന ഇയാൾക്ക് ദിലീപിനുള്ള കത്തെഴുതി കൊടുത്ത ആളാണ് ബിപിൻ ലാൽ. ബിപിൻ ലാലിനോട് പൾസസുനി പറഞ്ഞുള്ള അറിവ് മാത്രമാണ് ബിപിൻ ലാലുള്ളത്. എന്ന് വെച്ചാൽ അത് ഹിയർസേ ആണ്, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മൊഴിയാണ്. ആ മൊഴി അങ്ങനെ കണക്കെടുക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതും അടിമുടി പൊളിയാണ്. ഈ പറഞ്ഞ സൗണ്ടതോമയുടെ സെറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യത്തിന് ഗൂഢാലോചനയ്ക്ക് തുടക്കം കുറിച്ചു എന്ന് പറയുന്നത് അടിമുടി പൊളിയാണ്. പിന്നെ മറ്റൊന്ന് പൾസസുനി പറഞ്ഞിട്ടുണ്ട്, അയാൾ അവിടെ ദിലീപ് താമസിച്ച അർക്കേഡിയ റീജൻസി എന്ന് പറഞ്ഞ ഹോട്ടലാണ് താമസിച്ചത്. അവിടെ മുകേഷും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പൾസസുനി അവിടെ താമസിച്ചതായി അവിടെ ഒരു രേഖയുമില്ല. പക്ഷേ അവിടെ താമസിച്ചെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷെ ഹോട്ടൽ അധികൃതർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർമാർക്ക് അവിടെ താമസിക്കാൻ കൊടുത്തിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ്? അപ്പോഴും അവർ വീണ്ടും പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കണക്കിലെടുക്കാൻ കഴിയില്ല. പ്രതിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മറ്റാരെയും കുറ്റക്കാരായി സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായ ചില ഹൈക്കോടതിയുടെ വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് കോടതി ഇവിടെ പറയുന്നുണ്ട്. അതിൽ പ്രധാനമെന്ന് പറഞ്ഞത് ആൻഡ്രൂ എഡ്വിൻ മിനിഹാൻ എന്ന് പറയുന്ന അയർലൻഡുകാരൻ കേരളത്തിൽ സ്വർണ്ണം കടത്തിലുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്. അതില് അയർലൻഡുകാരൻ മാത്രമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. അയാളുടെ കൂടെയുണ്ട്, അയാളെ ഏൽപ്പിച്ചുകൊണ്ട് 2 മലയാളികളുണ്ട്. അവരിപ്പോഴും മുങ്ങിയിരിക്കുകയാണ്, ഒളിവിലാണ്. 10 വർഷത്തിലേറെയായി. അപ്പൊ അവരുടെ കേസിൽ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുടെ ഒരാളുടെ മൊഴി കൊണ്ട് മാത്രം അവരെ പ്രതികളാക്കാൻ കഴിയില്ല, കൊറോബറേറ്റ് ചെയ്യുന്ന മറ്റു തെളിവുകൾ വേണം എന്ന് പറഞ്ഞു, സപ്പോർട്ട് ചെയ്യുന്ന മറ്റു തെളിവുകൾ വേണമെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ താൻ അവിടെ താമസിച്ചിരുന്നു എന്ന പൾസസുനിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ദിലീപുമായി ഇവിടെ കൂടാൻ നടത്തിയിരുന്നു എന്നൊരു അസംഷനിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമായി പറയുന്നത്.